എന്നും സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് തല്ലുകൂടിയിട്ടാണ് കേട്ടോ രണ്ടുപേരും വരാറ്. ഇന്നിപ്പോൾ ഒരു കാരണം കിട്ടിയത് ദേ വാവച്ചിയുടെ കയ്യിലുള്ള പാലും പാത്രമാണ് കേട്ടോ. രണ്ടുപേർക്കും അത് പിടിക്കണം. അത് ആദ്യം പോയി വാവച്ചി എടുത്തു. അതിനാണ് കേട്ടോ ഇന്നത്തെ തല്ല്. ഈ കരച്ചിലൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൾ വീട്ടിലേക്കല്ല നേരെ ദേ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. ചേച്ചി വീട്ടിലേക്കല്ല പോണേ, എവിടേക്കോ ആണ് പോണേ, വഴി തെറ്റി പോവാന്നൊക്കെ എന്നിട്ട് അവൾ പറയണേ. ഞാനും എല്ലാ ദിവസവും നേരെ വീട്ടിലേക്ക് ചെന്നു കേട്ടോ. ഞാനും എല്ലാ ദിവസവും പോയി എന്ന് കണ്ടപ്പോൾ വേഗം ഞങ്ങളുടെ പിന്നാലെ വന്നു കേട്ടോ വാവച്ചി. എന്നും നേരെ കുളിക്കാൻ പോണ ആള് ഇന്ന് സൈക്കിളിലാണ് കേട്ടോ കളി. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ 2 ചക്രമുള്ള സൈക്കിള് ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൊലിവാണ് കേട്ടത്. വീട്ടിലെത്തിയിട്ടും രണ്ടാളുടെ തല്ലുകൂട്ടത്തിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ആദ്യം വിചാരിച്ചു 2 പെൺകുട്ടികളായ തല്ലുകൂടില്ലല്ലോ എന്ന്, ആൺകുട്ടികൾക്കല്ലേ കുറുമ്പെന്ന്. പക്ഷെ അങ്ങനെയൊന്നും കേട്ടോ. പെൺകുട്ടികളാണെങ്കിലും നന്നായിട്ട് തല്ലുകൂടും. അങ്ങനെ അവർ രണ്ടാളും കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്ന് അവരുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് ചായയൊക്കെ വെച്ചു കേട്ടോ. അവർ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചായ ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടേബിളിൽ കൊടുന്ന് ഒഴിച്ചൊക്കെ വെച്ചുവേ. ഒരാൾക്ക് റസ്ക് മതി. ഞാനും പാവച്ചയും കൂടിയിട്ട് മിച്ചറും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. ഇപ്പോൾ അല്ലൂസ് കുളിയൊക്കെ കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ ഒരുങ്ങാനും മുടി ഇടാനും ഒക്കെ പഠിച്ചു കേട്ടോ. ഡ്രസ്സ് ഇടാനൊക്കെ മുമ്പൊക്കെ നമ്മളെല്ലാം ചെയ്തു കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാനിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ ഓണാക്കിയപ്പോൾ ഉള്ള പ്രഹസനമാണ് കേട്ടോ രണ്ടാളും കാണിക്കണത്. ഇതേ വാവച്ചിയുടെ മുഖത്ത് കണ്ട ഈ എക്സ്പ്രഷൻ വേറെ ഒന്നുമല്ല കേട്ടോ. ചേച്ചിയുടെ അവർ ടൂർ പോയിട്ട് ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന ചായയിലാണ് ഞാൻ ചായ വെക്കാനെടുത്തത്. ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സാധാ ചായ വെക്കുന്ന പോലെയല്ല. ആ ചായയിലേക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി നേരെ വന്നത് ഉമ്മർത്ത് അടിച്ചു വരാനാണ് കേട്ടോ. എല്ലാ ഭാഗത്തും അടിച്ചു വാരി വൃത്തിയാക്കി. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചീര വിത്ത് പാകിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ ഇത്രയും വലുതായിട്ടുണ്ടായിരുന്നെന്ന്. പക്ഷേ കുറേ ദിവസം ആ കുഞ്ഞെ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് എന്താ അത് വളരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇതുപോലത്തെ ഗ്രോ ബാഗൊക്കെ ഓർഡർ ചെയ്തിട്ട് അതിലേക്ക് വെച്ചു കേട്ടോ. പക്ഷെ മല്ലിച്ചപ്പ് പറിച്ച് വേറെ നട്ടപ്പോൾ അതാകെ ഉണങ്ങിപ്പോയി. അതാണ് കേട്ടോ അതിൽ കാണുന്നത്. ചീര ഇപ്പോൾ ഒത്തിരി ശരിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ അംഗത്തിലേക്ക് കിടന്നു കേട്ടോ. മിഡ് ടേം എക്സാം ആയതുകൊണ്ട് നിറയെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.